ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ ബർഗറാണ്. അപ്പം അതിനുവേണ്ടി ഞാനിവിടെ 5 പീസ് ചെറിയ ചിക്കൻ എടുത്തിട്ടുണ്ട്. 2 ചിക്കൻ ബർഗറിനുള്ള ചിക്കനാണിത്. ഓക്കെ, ചെറിയൊരു സവോളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് ഒരു 3-4 വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. അതും ചെറുതായിട്ടൊന്ന് അരിയണം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മാഷ് ചെയ്തെടുക്കണം മിക്സിയിൽ. അപ്പോൾ ഞാൻ മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്ത് ചിക്കൻ വെച്ചിട്ടുണ്ട്. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നമുക്കൊരു ബൗളിലേക്ക് ആക്കാം ഇപ്പോൾ, കാരണം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരു ബൗളിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ അരിഞ്ഞ് വെച്ച നമ്മളുടെ സവോളയും വെളുത്തുള്ളിയും കൂടി നമുക്ക് ഈ ചിക്കൻ്റെ കൂടെ ചേർക്കാം. ഇതെല്ലാം കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ഒരു 2-3 ഇൻഗ്രീഡിയൻസ് കൂടി അത് ചേർക്കാനുണ്ട്. അതായത് 1 ടീസ്പൂൺ ചില്ലി സോസ്, 1 ടീസ്പൂൺ ചില്ലി സോസ്. ഇനി കുറച്ച് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം ഞാനിവിടെ 1 ടീസ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി അടുത്തതായിട്ട് ചേർക്കുന്നത് 1/4 ടീസ്പൂൺ സോയാബീൻ സോസ്, 1/4 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. ഓക്കെ, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പം ഇനി ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത് മുളക് പൊടിയാണ്. അപ്പോൾ ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്, കാരണം എനിക്ക് കളറ് മാത്രം മതി, അത്ര എരിവ് വേണ്ട, പിള്ളേർക്ക് കഴിക്കേണ്ടതായതുകൊണ്ട്. നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ സാധാ മുളക് പൊടി ചേർക്കാം കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടണം കേട്ടോ. ഞാനത് കാണിക്കാൻ മറന്നുപോയി, സോറി. ഇനി നമ്മൾ ഒരു മുട്ട എടുത്തിട്ട് അതിൻ്റെ പകുതി ഇതിലേക്ക് ചേർക്കുക. കാരണം നമ്മൾ ഇത് ഷേപ്പാക്കുന്ന സമയത്ത്, പൈറ്റിയുടെ ഷേപ്പിലാക്കുന്ന സമയത്ത് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുട്ട ചേർക്കുന്നത്. ഇത് ചേർത്ത് നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ എല്ലാ ഇൻഗ്രീഡിയൻറ്റും കൂടെ നല്ലതുപോലെ മിക്സ് ആവണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ 2 ബർഗറിനുള്ള അളവാണിത്. അപ്പം ഞാനതുകൊണ്ട് 2 ബോളാക്കി എടുക്കുന്നുണ്ട്. ഇനി 2 ബോളാക്കി എടുത്തതിന് ശേഷം നമുക്കിത് നമ്മുടെ ചിക്കൻ്റെ ബർഗറിൻ്റെ പൈറ്റി ഉണ്ടല്ലോ, അതിൻ്റെ ഷേപ്പിലേക്കൊന്ന് മാറ്റണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കയ്യിൽ വെച്ച് പരത്തിയിട്ട്, അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ പേപ്പർ ഉപയോഗിച്ച് പ്രസ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ കൈകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. കൈകൊണ്ട് തന്നെ ചെയ്ത് രണ്ടും ഏകദേശം ഒരു ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഫുൾ ഷേപ്പൊന്നും കിട്ടിയിട്ടില്ല, നമുക്ക് കഴിക്കാനല്ലേ, ഇവിടെ കുഴപ്പമില്ലല്ലോ. പിന്നെ ഞാൻ ബാക്കി വന്ന നമ്മുടെ മുട്ടയുണ്ടല്ലോ, അതൊന്ന് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ പൈറ്റി ആ മുട്ടയിൽ മുക്കി പിന്നെ നമ്മുടെ ബ്രെഡ് ക്രംസിൽ മുക്കണം. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ബ്രെഡ് ക്രംസ് നമുക്ക് 1 മാസം വരെ കേടാവാതെ സൂക്ഷിക്കാൻ പറ്റുന്ന ബ്രെഡ് ക്രംസാണ് കേട്ടോ. ഹോം മെയ്ഡ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ അടുത്ത ദിവസം ഇടാം കേട്ടോ, ഒരു വീഡിയോ ആയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 പൈറ്റിയും ഇതുപോലെ മുട്ടയിലും ബ്രെഡ് ക്രംസിലും ഡിപ്പ് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യമേ ചിക്കൻ വേവിച്ചെടുത്തത് കൊണ്ട് തന്നെ അധികം എണ്ണ വേണ്ട, കുറച്ച് എണ്ണ മതി. അപ്പം നമ്മൾ ആ ചിക്കൻ്റെ പൈറ്റി ഇതിലേക്ക് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഡീപ്പ് ഫ്രൈ വേണ്ട, ഒരു 2-3 കൂടി വന്നാൽ ഒരു 4-5 സെക്കൻഡ് കൊണ്ട് ഇതിൻ്റെ ഒരു വശം നമുക്ക് വെന്ത് കിട്ടും. അപ്പം ഏകദേശം ഒരു വശം നമുക്ക് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കാരണം സൈഡൊക്കെ ബ്രൗൺ ആവുന്നത് കണ്ടല്ലോ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ഏകദേശം ആയിട്ടുണ്ട്, നമുക്ക് മറിച്ചിടാം. അപ്പോൾ ഞാനതൊന്ന് മറിച്ചിട്ടിട്ടുണ്ട്, കണ്ടോ, നന്നായിട്ട് ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഉള്ളു ഓൾറെഡി വെന്തതായിരുന്നല്ലോ ചിക്കൻ, അതുകൊണ്ട് ഇങ്ങനെ ബ്രൗൺ ആകുമ്പോൾ തന്നെ നമുക്ക് മറിച്ചിടാം. അങ്ങനെ ആകുമ്പോൾ ഒരുപാട് എണ്ണയത്തിൽ പിടിക്കില്ല. ഓക്കെ, അപ്പം നമ്മുടെ പൈറ്റി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിവിടെ ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഈ 2 പൈറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോഴത്തേക്ക് കണ്ടോ നമ്മുടെ പൈറ്റി റെഡിയായി. ഓക്കെ, ഇനി നമുക്ക് ബർഗർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു 2 പീസ് ബർഗർ ബണ്ണ് എടുത്ത് വെച്ചിട്ടുണ്ട്. നടുവേ മുറിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം ഞാൻ ചേർക്കുന്നത് ടൊമാറ്റോ സോസാണ്. ടൊമാറ്റോ സോസ് ചേർക്കുക. ടൊമാറ്റോ സോസ് ഇപ്പോൾ നമ്മുടെ 4 പീസിലും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് വെക്കുക. ഇപ്പോൾ ടൊമാറ്റോ സോസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഒരു പീസിൽ ടൊമാറ്റോ സോസും മറ്റേ പീസിൽ നമ്മളുടെ മയോണൈസും നമുക്ക് ചേർക്കാൻ പറ്റും. ഞാനിപ്പം കൊച്ചിന് ടൊമാറ്റോ സോസിൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ 4 പീസിലും ചേർത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മളുടെ മയോണൈസ്, ഇത് ഹോം മെയ്ഡ് മയോണൈസാണ് കേട്ടോ. ഞാനിപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ ഈ മയോണൈസിൻ്റെ റെസിപ്പി ഞാൻ ഇടുന്നുണ്ട്. ഓക്കെ, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മയോണൈസാണ്, ഹെൽത്തി ആയിട്ടുള്ള മയോണൈസാണ്, അധികം എണ്ണയൊന്നും ചേർക്കാത്ത.
ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പിന്നീട് ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മൾ മയോണൈസൊക്കെ ചേർത്തു, പിന്നെ ഞാൻ ആ പൈറ്റി എടുത്ത് വെച്ചു. അതിൻ്റെ മുകളിൽ 2-3 സവോള, നിങ്ങൾക്ക് തക്കാളിയോ വെജിറ്റബിളൊക്കെ നിങ്ങൾക്ക് വെക്കാം, പക്ഷേ ഞാനിവിടെ സവോള മാത്രമേ വെക്കുന്നുള്ളൂ, കാരണം എൻ്റെ കൊച്ചു സവോള മാത്രമേ കഴിക്കുകയുള്ളൂ. വേറെ എന്ത് പച്ചക്കറി ഞാൻ അതിനകത്ത് വെച്ചെന്ന് പറഞ്ഞാലും അവനതെടുത്ത് കളയും. അതുകൊണ്ട് ഞാൻ സവോള മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പം നോക്കി നമ്മുടെ ആദ്യത്തെ ബർഗർ റെഡി ആയിട്ടുണ്ട്. അപ്പം എനിക്ക് നമ്മുടെ ഒരു ബർഗർ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഹോം മെയ്ഡ് ബർഗർ. ഇപ്പം നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ആ ബർഗറിൻ്റെ അത്രയും ഭംഗിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് വിശ്വസിച്ച് നമുക്ക് സമാധാനത്തോടെ കഴിക്കാമല്ലോ. ഓക്കെ, അപ്പം ഞാൻ 2 ബർഗറും അതേപോലെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, എന്തായാലും നമ്മൾ സോസ് കൂട്ടിയാണല്ലോ ഇത് കഴിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഭംഗിക്ക് വേണ്ടി അതിൻ്റെ പുറത്ത് കുറച്ചൊരു സോസ് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്തു. ഇത് ഞാൻ ജസ്റ്റ് അലങ്കോലപ്പണി ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, ആരും ഒന്നും വിചാരിക്കരുത്. അപ്പോൾ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ കട്ട് ചെയ്യണമെന്ന് വിചാരിച്ച ഭാഗമാണ്, കട്ട് ചെയ്യാൻ പറ്റിയില്ല, സോറി. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈസി ഹോം മെയ്ഡ് ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ടേസ്റ്റോടുകൂടി കഴിക്കാം. ഓക്കെ, അപ്പം എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്, സിമ്പിളാണ്. അതോടൊപ്പം നമുക്ക് പുറത്തുനിന്ന് മേടിച്ച് കഴിക്കുന്ന ടെൻഷനും ഇല്ലാതെ നമുക്ക് വീട്ടിൽ കഴിക്കാൻ പറ്റും. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. അപ്പം ഓക്കെ, ബൈ ഫ്രണ്ട്സ്. പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് നാളെ കാണാം.